ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നന്ദിത എഴുതിയിരിക്കുന്ന ഒരു ഇമെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് നന്ദിത. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. 1 വയസ്സുള്ള ഒരു മകനുണ്ട്. എൻ്റെ കല്യാണം വളരെ പെട്ടെന്നാണ് നടന്നത്. എനിക്കെപ്പോൾ ആലോചനകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും നന്നായി ഇഷ്ടപ്പെട്ടു. എന്നോട് കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. ഞാൻ പക്ഷേ ആ സമയത്ത് ഒരു പ്രേമ നൈരാശ്യത്തിൽ നിൽക്കുകയായിരുന്നു. ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ആ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു. എൻ്റെ കൂട്ടുകാരികൾക്ക് എൻ്റെ പ്രേമബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അവളുമാർ എന്നെ ഉപദേശിച്ചു. എന്തായാലും അവൻ പോയി. ഇനിയിപ്പോൾ അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. കാണാൻ കൊള്ളാവുന്ന ഒരുത്തിനാണെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ നീ കല്യാണം കഴിക്കണം. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ ഭാവിക്കണം. ഭർത്താവാണ് സ്വന്തം ജീവിതത്തിലെ ആദ്യ പുരുഷൻ. എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലേ ഭാവിക്കാവൂ. അല്ലാതെ പണ്ട് നടന്ന നിൻ്റെ കഥകളൊക്കെ വിളമ്പിക്കഴിഞ്ഞാൽ ഭർത്താവ് നിന്നെ എടുത്ത് തോട്ടിൽ കളയുമെന്ന് അവളുമാർ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് നല്ലൊരു പെൺകുട്ടിയായി വിവാഹപ്പന്തലിൽ നിന്നു. നമ്മുടെ സിരസ്കയായി. എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു. ഭർത്താവിന് പക്ഷേ ആദ്യ ദിവസം മുതൽ ഇത്തിരി അങ്ങ് നാണമായിരുന്നു. ഞാനും ഒന്നിനും തുടക്കം കുറിക്കാൻ പോയില്ല. കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആണുങ്ങൾ സംശയിക്കാൻ തുടങ്ങും. പെണ്ണുങ്ങളാണേലും അങ്ങനെ തന്നെ. ജീവിതകാലം മുഴുവൻ അതും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി നാണം ഭാവിച്ചു. അയ്യോ വേണ്ട, എനിക്ക് ഒന്നും അറിയില്ല, പേടിയാണ് ചേട്ടാ, എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞാൻ ഓർത്തു ഇങ്ങേരി കത്തിക്കീറുമായിരിക്കുമെന്ന്. എവിടെ, ഞാനാണെങ്കിൽ ഒരു കടലിൽ നീരാടി വന്നതാണ്. ഇപ്പം ദേ ഒരു കൈത്തോടൊഴുകി വരുന്നു. എന്താകാനാ? എങ്കിലും ഞാൻ ഭാവിച്ചു ചേട്ടനാണ് എൻ്റെ സ്വത്ത്, മുത്ത്. ഓ, എന്താ ഇങ്ങനെയാണല്ലോ ജീവിതം. ആണുങ്ങൾക്കും അങ്ങനെ തന്നെ ആകും. ഇഷ്ടപ്പെട്ട പെണ്ണിനെയൊന്നും ആകില്ല കല്യാണം കഴിക്കാൻ കിട്ടുന്നത്. അങ്ങനെ തന്നെ കിട്ടിയവർ ഭാഗ്യവാന്മാർ എന്നേ പറയാൻ പറ്റുകയുള്ളൂ. എൻ്റെ ചേട്ടാ എന്നൊക്കെ വിളിച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഭർത്താവിലെ ചിലവിന് തരുന്നത് അത് ഞാനങ്ങ് അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമായിട്ടെടുത്തു. അങ്ങനെയായിരിക്കും പലരും. എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആണിൻ്റെയും പെണ്ണിൻ്റെയും. ഭർത്താവിൻ്റെ അമ്മ കുറച്ച് സൈലൻറ്റ് നേച്ചറാണ്. നല്ല പ്രായവുമുണ്ട്. പിന്നെ വീട്ടുജോലികളൊക്കെ ഞാനാണ് കൂടുതൽ അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. ഭർത്താവിൻ്റെ അനിയൻ കല്യാണ സമയത്ത് ഇല്ലായിരുന്നു. അവനൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയതാണ്. 3-ാം മാസത്തിലാണ് അവൻ വന്നത്. അവൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കല്യാണത്തിനില്ലാത്തത് കൊണ്ട് അവൻ്റെ യഥാർത്ഥ രൂപം എനിക്ക് ഊഹിക്കാൻ പറ്റില്ല മാഡം. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഇത്രയും കട്ടയായ ഒരു മനുഷ്യൻ, ഒത്ത മീശ, ഒത്ത പുരികം, ഒത്ത കണ്ണുകൾ, ഒത്തൊരാണ്. ഞാൻ നോക്കിയപ്പോഴെല്ലാം ഒത്തൊത്ത കാര്യങ്ങൾ ഞാനങ്ങ് കാണുന്നു. തെളിഞ്ഞു മുളിഞ്ഞ് ഞാൻ അവനെ നോക്കാൻ തുടങ്ങി. എരിപിരി കൊള്ളാൻ തുടങ്ങി. എനിക്ക് ഇരിക്കപ്പുറതയില്ല. കാര്യം, ഇത്രയും സൗന്ദര്യമുള്ളൊരു പുരുഷനെ ആദ്യം കണ്ടിരുന്നെങ്കിൽ അനിയനെ മതിയെന്ന് ഞാനങ്ങ് വിചാരിച്ചേനേയും. ഇവൻ എവിടെ പോയി കിടക്കുകയായിരുന്നു? ഇവൻ്റെ ചേട്ടൻ തന്നെയാണോ എൻ്റെ ഭർത്താവ്? എൻ്റെ ഭർത്താവിന് എന്താണ് ഇവൻ്റെ ഫീച്ചേഴ്സ് ഒന്നുമില്ലാത്തത്? രണ്ടും ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളല്ലേ? എന്തുകൊണ്ടാണ് ഒന്നും എനിക്ക് വിധിച്ചിട്ടില്ലാത്തത്? അവനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ലോട്ടറി. എന്നാൽ അവനെ കല്യാണം കഴിക്കാൻ എനിക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. പക്ഷേ സ്വന്തമാക്കാൻ പല വഴികളും പയറ്റി നോക്കണമെന്ന് ഞാൻ വിചാരിച്ചു. സൗന്ദര്യവും പുരുഷത്വവും ഒത്തുചേർന്ന പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും ഒന്ന് ഇളകും, കടിഞ്ഞാൻ പൊട്ടിക്കും. ഞാനും അത്ര നല്ലവളൊന്നുമല്ല. എൻ്റെ മനസ്സിലും അലകടൽ പോലെ പലതും തിരയടിക്കുന്നു. അപ്പോൾ അവനെ കണ്ടിട്ട് എങ്ങനെയാണ് മാഡം ഞാൻ ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വസ്ഥമായിട്ട് നടക്കുക? ഭർത്താവ് തിരിച്ച് ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനോട് കൂടുതൽ അടുത്ത് പെരുമാറാൻ തുടങ്ങി. അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അത് വാങ്ങി വെക്കാൻ തുടങ്ങി. അവന് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഒരുക്കി കൊടുക്കാൻ തുടങ്ങി. അത് വിളമ്പിക്കൊടുക്കുമ്പോൾ തട്ടും മുട്ടും. ഞാൻ ഒരു ദിവസമെങ്കിലും അവൻ പോപ്പോയ്ക്ക് ശ്രമിക്കുമെന്ന് വിചാരിച്ചു. അത്രയ്ക്കും അടുത്ത് പെരുമാറി ഞാൻ അവന് സിഗ്നൽ കൊടുത്തു. 1000 സിഗ്നൽ കൊടുത്തിട്ടും അവൻ അനങ്ങിയില്ല. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ആ പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കും വിധം അവൻ വെറുതെ ഒരു ശില പോലിരുന്നു. ഇവനെന്താ വട്ടനാണോ പൊട്ടനാണോ? എനിക്കൊന്നും അറിയില്ല. ഇവനെൻ്റെ മനസ്സറിയുന്നില്ലേ? എൻ്റെ ഉള്ളിലെ ചക്രവ്യൂഹത്തിലേക്ക് ഇവനെന്നാണ് വരിക? ഇവനെ കറക്കിയെടുക്കാൻ എനിക്ക് പറ്റില്ലേ? പണ്ട് എൻ്റെ കാമുകൻ, ഇവൻ്റെ അത്രയും സൗന്ദര്യമില്ലെങ്കിലും ഇവനോട് കിടപിടിക്കുന്ന സൗന്ദര്യമുള്ളവനായിരുന്നു. അവനെൻ്റെ പുറകെ കുറേ നാൾ നടന്ന ശേഷമാണ് ഞാൻ എസ് പറഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം അവൻ വിളിക്കുന്നിടത്തെല്ലാം സധൈര്യം ഞാൻ പോകുമായിരുന്നു. കാര്യം, അനുഭവങ്ങളുടെ ഉൾച്ചുറ്റൽ എനിക്ക് അനുഭവിക്കണമായിരുന്നു.
അത് ഞാൻ ആവോളം അനുഭവിച്ചു. പക്ഷേ അവസാനം അവൻ എന്നെ തേച്ചു. എങ്കിലും എനിക്ക് കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സൗഭാഗ്യവതിയായിരിക്കുന്നു. അവനേക്കാൾ ഇത്തിരി കൂടി സൗന്ദര്യം ഇവനുണ്ട്. അപ്പോൾ ഇവനെന്താണ് എന്നിൽ മയങ്ങാത്തത്? അത്രയ്ക്കും കേവനാണോ ഇവൻ? ഇവനൊരു വിശ്വാമിത്രനാണോ? ഇവനെ മയക്കാൻ വേണ്ടി ഞാനിനി കണ്ണു തുറക്കണം സ്വാമി, കയ്യെ പൊടിക്കണം സ്വാമി എന്ന് പറഞ്ഞ് ഞാനിനി ഡാൻസ് കളിക്കണോ എന്ന് പോലും ഞാൻ വിചാരിച്ചു. ഈ ചെക്കൻ നന്നാവില്ല, എനിക്ക് നിരാശയാകും ഫലം എന്ന് ഞാൻ വിചാരിച്ചു. ഒരു ദിവസം ഞാൻ ഉച്ച കഴിഞ്ഞ് ഒരിടം വരെ പോയിട്ട് തിരിച്ച് കയറി കഴിഞ്ഞപ്പോഴില്ലേ മാഡം, ഞാൻ പുറത്ത് ചിലതൊക്കെ നനച്ചിട്ടിരുന്നു. അതൊക്കെ അവൻ എടുക്കുന്നതും നോക്കുന്നതും ഒക്കെ കണ്ടു. ഒരു പ്രത്യേക ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ദൈവമെന്തോ കാണിക്കുന്നത്, ഇനി തിരിച്ച് മറിച്ച് വിട്ട് ഉണക്കാൻ സഹായിക്കുകയാണോ? നോക്കിക്കഴിഞ്ഞപ്പോൾ അല്ല. പക്ഷേ പെട്ടെന്ന് തന്നെ അവനങ്ങ് മാറിപ്പോവുകയും ചെയ്തു. വല്ല മൊബൈലും ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഫോട്ടോ എടുത്തെങ്കിൽ അത് തെളിവായി അവനെ കാണിച്ചിട്ട്, നീ എന്തായി കാണിച്ചത്? എൻ്റെ മാനം പോയല്ലോ, ഞാൻ നിൻ്റെ ഏട്ടത്തിയമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് അവനെ വരുതിയിലാക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ആ സമയത്ത് ബുദ്ധി പോയില്ല. ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തത് പിടിക്കാൻ ആരെക്കൊണ്ട് പറ്റും? പക്ഷേ ഇനി ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിബുദ്ധിമതിയായി ജാഗരൂകയായി ഉണർന്ന് പ്രവർത്തിക്കണം. ഫോട്ടോയോ വീഡിയോ എടുത്തിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യണം. അടുക്കൊന്നുമില്ല, അടുത്തില്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കുത്സിതങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. തുണിയോടും മണിയോടും ഒക്കെ കാണിച്ചിട്ട് എന്ത് ഗുണമാണ്? നമ്മുടെ അടുത്ത് വരണ്ടേ? വന്നെങ്കിലല്ലേ നമുക്ക് ഗുണമുള്ളൂ. ദൂരെ ഇരുന്ന് എന്തെങ്കിലും ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? അവൻ ഉള്ളു തുറക്കണം. ഉള്ളു തുറന്നവൻ പുറത്ത് ചാടണം. പുറത്ത് ചാടയിൽ മാത്രമേ എനിക്ക് ഗുണമുള്ളൂ. അവനെ പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ വേറെ ഇടും എന്ന് വിചാരിച്ച് തലയൊന്ന് കറക്കി ഞാൻ രംഗത്തിറങ്ങി അരയും തലയും ഞാൻ മുറുക്കും. ആ ടൈപ്പാണ് ഞാൻ. പിന്നെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ഇതേപോലെ രംഗം ഞാൻ കണ്ടു. അവൻ വള്ളിപ്പുള്ളി വിടാതെ ഒന്ന് പരിശോധിക്കുകയാണ്, താലൊലിക്കുകയാണ് തുണികളെ. അപ്പോൾ ഞാനത് ഒരു വീഡിയോ എടുത്ത് വെച്ചു. എനിക്ക് സമയം കിട്ടി. ഇനി നാളെ അവനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വിളിക്കുന്നു. എടി, ഒരു 10 ദിവസം എനിക്ക് എമർജൻസി ലീവ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. എനിക്ക് നിന്നെ കാണാൻ കൊതിയായി. ഇവിടെ മനുഷ്യന് അടുപ്പത്ത് വെള്ളം കൂട്ടി മൂട്ടിൽ നിന്ന് നല്ല തീ കൊടുത്ത് തിളപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതിൽ ഐസ് കെട്ടിയെടുത്തിടാൻ വേണ്ടിയിട്ട് അതിൽ വരുന്ന 10 ദിവസത്തെ ലീവ് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, വാ ചേട്ടാ, എന്നെ ഓർത്തല്ലോ. 10 ദിവസം എന്നുള്ളത് 15 ദിവസമാക്കാൻ പറ്റുമോ പൊന്നെ? ഞാൻ കാത്തിരിക്കുകയാണ്, വരൂ വരൂ എന്ന് ഞാൻ കാതരയായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അങ്ങേർക്ക് വല്ല സംശയം തോന്നിയെങ്കിലോ? മിക്കവാറും പെണ്ണുങ്ങൾ എങ്ങനെയാണ്, ചേട്ടനാണ് എൻ്റെ എല്ലാം, ചേട്ടൻ്റെ സ്വത്ത് എൻ്റെ സ്വത്ത്, ചേട്ടൻ്റെ കുണ്ടാമണ്ടി എൻ്റെയും കുണ്ടാമണ്ടി എന്ന് പറഞ്ഞെങ്കിലേ ഭർത്താക്കന്മാരെ വരുതി നിർത്താൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ചാടിപ്പോകും. ചാടിപ്പോയാലും കുഴപ്പമില്ല, നമ്മളോട് നിൽക്കണം. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ കാതരയായി ശാരികയായി അങ്ങ് പാടി. 5-6 ദിവസങ്ങൾക്കകം ഹസ്ബൻഡ് വരും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അനിയന് ഇഷ്ടവിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ മറന്നില്ല. അവനോട് സ്നേഹത്തോടുകൂടി തന്നെ പെരുമാറി. കാര്യം ഭർത്താവ് വരുന്നതെന്ന് വെച്ചിട്ട് അവനോട് ഞാൻ വേർതിരിവ് കാണിക്കരുത്. കാര്യം പിന്നീടുള്ള എൻ്റെ ഉപായങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ പഴയതുപോലെ തന്നെ പെരുമാറി. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് പോകാൻ ഞാൻ ധൃതിപ്പെടുകയായിരുന്നു. പുള്ളിയെ സ്നേഹിക്കുന്നതായി ഭാവിച്ച് സത്യം പറഞ്ഞാൽ ബോറടിച്ചു. ഹസ്ബൻഡ് പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അവനെ ആ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണിച്ചു. നീ എന്തായി കാണിക്കുന്നത്? നിൻ്റെ അടുത്ത് ഞാൻ ഒരു സഹോദരനെ പോലെ പെരുമാറിയിട്ടും നീ എന്തിനാണ് എൻ്റെ തുണികളൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞായ്മകൾക്ക് വിധേയമാക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ എന്നെ ശാസിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ എടുത്തു നോക്കിയതാണെന്ന്. എടുത്തു നോക്കിയിട്ടാണോടാ നീ ഇങ്ങനെ തെരിപ്പിടിപ്പിക്കുന്നത് കൈകൾ കൊണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ തല കുനിച്ചിരുന്നു. സത്യം പറഞ്ഞു, ഇതിന് പിന്നിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അത് പിന്നെ ചേച്ചി, എനിക്ക് ഒരു കാമുകിയുണ്ട്. അവളുമായി ഞാനിപ്പോൾ ഇത്തിരി തെറ്റിയിരിക്കുകയാണ്. അവളുടെ ഓർമ്മകൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നു. ഞാൻ പറഞ്ഞു, പിന്നെ നിൻ്റെ കാമുകയാണെന്ന് ഓർത്തിട്ട് എൻ്റെ തുണികളെടുത്താണോ നീ താലോലിക്കേണ്ടത്? അതിത്തിരി കടന്ന കൈയാണല്ലോ. നീ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. നിനക്ക് അങ്ങോട്ട് കാമുകയില്ല, എനിക്ക് ഉറപ്പാണ്.
ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. അയ്യോ ചേച്ചി അങ്ങനെയൊന്നുമല്ല, ചേച്ചി എൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലെന്ന് പറഞ്ഞു. അമ്മയുടെ സ്ഥാനം? എടാ, അമ്മയുടെ സ്ഥാനമാണോ അമ്മൂമ്മയുടെ സ്ഥാനമാണോ എന്ന് ഞാൻ ചേട്ടന് ഈ വീഡിയോ അയച്ചു കൊടുക്കട്ടെ? ചേട്ടൻ പറയുന്നു പറഞ്ഞു. അയ്യോ ചേച്ചി ആരോടും പറയല്ലേ, അയച്ചു കൊടുക്കരുതേ പ്ലീസ്. ഞാൻ ശരിക്കും ചേച്ചി ഓർത്തുകൊണ്ട് തന്നെയാണ് എല്ലാം ഒന്ന് പരിശോധിച്ചത്. ശരി, അങ്ങനെ വഴിക്ക് വാടാ കള്ള എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ചേച്ചി, ഞാൻ വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും സീരിയസ് ആയിട്ടില്ല, ചേച്ചി ഒന്നും വിചാരിക്കരുത്, ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ ഞാനൊന്ന് വിചാരിക്കട്ടെ, ആരോടെങ്കിലും പറയണോ വേണ്ടോ എന്ന്. എന്തായാലും ഈ തെളിവ് എൻ്റെ മൊബൈൽ ഫോണിൽ ഭദ്രമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. ഒരു സംഘർഷാവസ്ഥ അവൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ഞാൻ. അവൻ എൻ്റെ പുറകെ വന്നു അടുക്കളയിൽ. ചേച്ചി പ്ലീസ് ആരോടും പറയരുത്. ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ നിനക്ക് എന്നോട് താല്പര്യമില്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ കാണിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു താല്പര്യമുണ്ട്, ഞാൻ പലപ്പോഴും ചേച്ചിയെ വാച്ച് ചെയ്തിട്ടുണ്ട്. എടാ, ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴേക്കും നീ വേറെ ഏതോ ലോകത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയായിരുന്നല്ലോ, ഒരു ദിവസം പോലും താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു കടിച്ചു പിടിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു, ഇത് തെറ്റല്ലേ, ചേച്ചിയോട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നതാണ്. അത് കൊള്ളാം, ജീവനില്ലാത്ത വസ്തുക്കളോട് താല്പര്യം തോന്നിട്ട് എന്താണ് കാര്യം? നിനക്കോ ഗുണമില്ല, എനിക്കോ ഗുണമില്ല. എന്തായാലും തൽക്കാലം ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇന്ന് വൈകുന്നേരം ഞാൻ കാത്തിരിക്കും, എൻ്റെ മുറിയുടെ വാതിൽ ഞാൻ തുറന്നാനെ ഇട്ടിരിക്കും, നീ വരും. വൈകുന്നേരമോ? വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഞാൻ ഉദ്ദേശിച്ചത്. 10:30 കഴിഞ്ഞ് അമ്മ ഉറങ്ങിക്കഴിഞ്ഞ് നീ വരില്ലേ എന്ന് ചോദിച്ചു. അയ്യോ എനിക്ക് ചേച്ചി, ഞാൻ അത്രത്തോളം ഡീപ്പൊന്നുമല്ല, സീരിയസ് അല്ല. ഞാൻ പറഞ്ഞു എന്തായാലും നിൻ്റെ ഈ വികൃതികളും കുസൃതികളും കണ്ട് ഞാൻ സീരിയസ് ആയി. അല്ല ചേട്ടൻ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അതാണ് സേഫ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയെങ്കിലോ? 1-2 ആഴ്ചത്തേക്ക് നമുക്ക് ഒരു സുരക്ഷയുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഇനി അത് കഴിയുമ്പോഴേക്കും നമ്മൾ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സേഫാണ്, അതുകൊണ്ട് നീ രാത്രി 10 മണി കഴിയുമ്പോഴേക്കും എൻ്റെ മുറിയിൽ വരും. അയ്യോ ചേച്ചി എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ വന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കൽപ്പിച്ചിട്ട് അങ്ങ് പോയി. ഇല്ലെങ്കിൽ ബാക്കി ഞാൻ ചേട്ടന് വീഡിയോ അയച്ചോളാന്ന് പറഞ്ഞു. ഞാൻ മുറിവാതിൽ പാതി ചാരിയിട്ടു. അവൻ വരും, ഇപ്പോൾ വരും എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. ചന്ദന മണിവാതിൽ പാതി ചാരി ഹിന്ദോളം ഉള്ളിൽ തിരയിളക്കി. ഇന്നലെ തിരയിളകുകയായിരുന്നു, വരണം, അവൻ വന്നേ പറ്റൂ. 11 മണി കഴിഞ്ഞിട്ട് ക്ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഞാൻ ചെല്ലും തിരയിളക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടാണിരുന്നത്. പക്ഷേ 10:15 അവൻ ഹാജരായി. അവനെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കുളിർത്തു. നീ വന്നോ എന്ന് ചോദിച്ചു. ചേച്ചി നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേന്ന് ചോദിച്ചു. തെറ്റും ശരിയുമൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ സമയമില്ല. നമ്മൾ ഏതായാലും ഗണിത ക്ലാസ്സിലൊന്നും പോകുന്നുമില്ല, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് മുറി അടച്ചിട്ട് അവനെ ഞാൻ ഉന്തിത്തള്ളി കട്ടിലേക്ക് കൊണ്ടുപോയി. അവനിത്തിരി പേടിയുണ്ടായിരുന്നു. പാവൻ ചെക്കൻ, ആദ്യമായിരിക്കും കാമുകയുണ്ടെന്നൊക്കെ ചുമ്മാ പറഞ്ഞതാണ്. അവന് ഒരു എക്സ്പീരിയൻസും ഇല്ല. അവനേക്കാളൊക്കെ മിടിക്കുകയാണ് ഞാൻ. കല്യാണത്തിന് മുമ്പേ എൻ്റെ എക്സ്പീരിയൻസ് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തല കറങ്ങിപ്പോകും. എന്തായാലും എൻ്റെ പഴയ കാമുകനുമായി തുലനം ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന നിലയിലാണിവൻ. അപ്പോൾ ഉയർന്ന നിലകൾ എനിക്ക് കാണണം, ഉയർന്ന നിലകളിൽ കയറി ഇറങ്ങണം. ഞാനും കയറും ഇറങ്ങും എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ മനസ്സ് ഭ്രാന്തമായൊരു തിരതല്ലിൽ ആവേശക്കടലായി മാറുകയായിരുന്നു. ഞാൻ അവനോട് ശരിക്കും ക്രൂരയായിട്ടാണോ ആദ്യം പെരുമാറാൻ തോന്നി. കാര്യം ഏതൊരു മനുഷ്യർക്കും ആവശ്യമുള്ളത് കിട്ടാൻ വേണ്ടി അനാവശ്യമായ ആക്രാന്തം കാണില്ലേ? നമ്മൾ മനസ്സിൽ വിചാരിച്ചു തന്നെയാണോ മരക്കൊമ്പിലുള്ളത് എന്ന് നോക്കണ്ടേ? പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചത് മരക്കൊമ്പിലല്ല, മാനത്താണ്. മാനം മുട്ടെ എൻ്റെ പരാക്രമം അവിടെ തുടങ്ങുകയായിരുന്നു. വിശന്ന് വലഞ്ഞ ഒരു സിംഹിണിയെപ്പോലെ ഞാൻ ചാടി വീണു. സാധാരണ പുരുഷന്മാർക്കാണല്ലോ ആക്രമണ സ്വഭാവം, പക്ഷേ ഇവിടെ ഞാനത് പുറത്തെടുത്തു. കാര്യം ആവശ്യക്കാരിക്ക് ഔചിത്യം പാടില്ലെന്ന് പണ്ടാരാണ്ടോ പറഞ്ഞിട്ടില്ലേ? അതായിരുന്നു എനിക്ക്. തകർത്ത് വാരി 100 റൺസ് അടിക്കാൻ എനിക്ക് മോഹമായിരുന്നു. വിക്കറ്റ് ഞാൻ വീഴ്ത്തും. തളരാതെ നിന്ന വിക്കറ്റുകൾ കൊണ്ട് അവൻ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. പക്ഷേ അവസാനം വിജയം എനിക്കായിരുന്നു. ഓരോരോ വിക്കറ്റുകൾ പോകെ ഞാൻ മനസ്സിലാക്കി, ഈ മാച്ച് ഒരിക്കലും തീരരുത്. ഇവനാണ് എൻ്റെ മാച്ച് മേറ്റ്. ബാറ്റ് ഇനിയും ഞങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോയി.
പിന്നെ ഞങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ പോയി മാച്ച് വിളയാടും എന്ന് വിചാരിച്ച് ഞാൻ അന്നത്തെ രാത്രിയിൽ അവനെ സ്വതന്ത്രയാക്കിയില്ല. ഗ്രൗണ്ടിനുള്ളിൽ തന്നെ പൂട്ടിയിട്ടു. അവനും നവ്യാനുഭവമായിരുന്നു. ഒരിക്കലും വേലേറ്റ് വാടാത്ത ഒരാളായി അവൻ മാറുകയായിരുന്നു. പിന്നീട് ഒരാഴ്ച അവന് ഞാൻ സ്വസ്ഥത കൊടുത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവന് ഞാൻ കൊടുത്തത് സന്തോഷമാണെന്ന് അവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ സൂക്ഷിച്ചും കണ്ടുമായിരുന്നു. മാഡം, ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അവസ്ഥ മാറി തുടങ്ങി. എനിക്ക് മനസ്സിലായി. പക്ഷേ ഉത്തരവാദി എൻ്റെ ഭർത്താവാണോ എൻ്റെ അനിയനാണെന്നൊന്നും എനിക്കറിയില്ല. ആരായാലും എനിക്കൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഞാൻ ഭർത്താവിനോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, എടീ, ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും നമ്മുടെ കാര്യങ്ങൾ സക്സസ് ആയല്ലോ. ഇനി ഞാൻ പ്രസവത്തിന് വന്നോളാന്ന് പറഞ്ഞു. അനി എന്നോട് 2-3 വട്ടം ചോദിച്ചു, ചേച്ചി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഡൗട്ടൊന്നുമില്ല, ചേട്ടൻ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ചേട്ടൻ്റെ കുഞ്ഞ്, നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുന്നത്? പോകും മോനെ, കർമ്മനിരതനാകൂ. കർമ്മപദത്തിൽ കൂടി ഒന്ന് ചുറ്റിക്കറങ്ങി വരൂ. ചേച്ചി ഇവിടെ കാത്തിരിക്കുന്നത് കണ്ടില്ലേ? ഇനിയിപ്പോൾ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും ചേച്ചി അങ്ങ് വിശ്രമമാണ്. പിന്നെ ചേച്ചിക്ക് 56 വരെ അങ്ങ് വിശ്രമമാണ്. കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടോ എന്ന് ഞാൻ അവനെ വാൺ ചെയ്തു. എങ്കിലും അവൻ കുസൃതി കൊടുക്കുകയായിരുന്നു. അപ്പം ഞാൻ പറയും, മര്യാദയ്ക്ക് നിന്നോണം, ഞാൻ നിനക്ക് മറുകര കയറാൻ സഹായിക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ അവൻ എന്നും എൻ്റെ അടുത്ത് വരും. എനിക്കവൻ്റെ സാമീപ്യം വലിയ ഒരു സന്തോഷമായിരുന്നു. അവൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്നാലാവും വിധം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ മാഡം, ഞങ്ങൾ തമ്മിലുള്ള പ്രണയം അത് വർണ്ണിക്കുന്നതിലും കൂടുതലായിരുന്നു. ഭർത്താവ് എന്ന് പറയുന്ന ആൾ എനിക്കിഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷേ പ്രണയത്തിൻ്റെ ലാഞ്ചന അത് ഞാൻ കണ്ടെത്തിയത് അവനിലാണ്. പുരുഷത്വത്തിൻ്റെ പ്രതീകങ്ങൾ യഥാർത്ഥത്തിലുള്ളതും അവനിൽ മാത്രമാണ്. ഞാൻ ശരിക്കും അവൻ്റെ സാമീപ്യം ഒത്തിരി സന്തോഷത്തോടെ അറിഞ്ഞു. ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ പ്രസവ സമയത്ത് 45 ദിവസം. അത് കഴിഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. പിന്നെ അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല മാഡം. 55 ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി, ചേച്ചി റെഡിയായോ? ഞാൻ പറഞ്ഞു, പോയിക്കോണം, എൻ്റെ അടുത്തെങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ 2 മാസം ഞാൻ പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ ആഴ്ചയിലൊരിക്കൽ വരും, അത്രയേ ഉള്ളൂ. അന്ന് ഞങ്ങളുടെ ബന്ധത്തിന് ചില കോട്ടങ്ങളൊക്കെ തട്ടി എന്ന് തോന്നുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പരിഭവിച്ച് നടക്കുകയായിരുന്നു. ചേച്ചി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ടി ഒരു പ്രവർത്തന മണ്ഡലം പോലും കാഴ്ചവെച്ചില്ല. ഞാൻ പറഞ്ഞു, ഈ വീട്ടിൽ നിൽക്കുന്ന പോലെയാണോ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്? നീ പറഞ്ഞതുകൊണ്ടല്ലേ 9-ാം മാസം വരെ ഞാൻ ഈ വീട്ടിൽ നിന്നത്. എന്നെ വിളിച്ചുകൊണ്ട് പോയത് 9-ാം മാസത്തിലല്ലേ? എൻ്റെ വീട്ടിൽ ഞാൻ എത്ര നാൾ നിന്നു? ആ കൂടി 2 മാസം നിനക്കത് സഹിക്കാൻ മേലെ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി വഴക്കിട്ടു. എങ്കിലും പിന്നെ ഞങ്ങൾ ഇണങ്ങിയപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഇങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് അവൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമെന്ന്. അവൻ എന്നോട് വളരെ സ്നേഹത്തോടുകൂടിയാണ് പെരുമാറിയത്. പണ്ടത്തേനേക്കാൾ കൂടുതൽ മികച്ച കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ പ്രണയത്തിൻ്റെ നീരാഴിയിൽ നീന്തിക്കടന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നത്തിൻ്റെ കളിയോടം കിട്ടി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. കളിയോടം തുഴഞ്ഞക്കരെ ചെല്ലാൻ ഞങ്ങൾക്ക് മോഹമാണ്. എന്നും അക്കരെ ചെല്ലും, പിന്നെയും ഞങ്ങൾ കളിയോടം തുഴയും. അതാണ് ഞങ്ങളുടെ പ്രേമത്തിൻ്റെ രഹസ്യം. മാഡം, ഇപ്പോൾ എൻ്റെ ഭർത്താവ് വരികയാണ്. പുള്ളി വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് പുള്ളിയെ നല്ല രീതിയിൽ സ്നേഹിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴെൻ്റെ മനസ്സിൽ ഒട്ടും സ്നേഹമില്ല. എൻ്റെ ഭർത്താവിനോട് ചിരിക്കുന്നു, സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നില്ല. എൻ്റെ തളർവെറ്റില അദ്ദേഹം നുള്ളണ്ട. പക്ഷേ വരുമ്പോൾ വേണ്ടാന്നെങ്ങനെ പറയും? അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം തോന്നും. പക്ഷേ എന്നാലും അയാളെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ഒരു ഗുണമില്ലെന്ന് തോന്നും മാഡം. പണ്ടേ പ്രശ്നമാണ്. പണ്ടേ ആഴത്തിൽ കല്ലിട്ടാൽ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇപ്പോൾ വരുമ്പോഴേക്കും പിന്നെ ആഴത്തിൽ സൂചിയിട്ടാൽ എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്ത് ചെയ്യാനാണ്? പക്ഷേ എനിക്ക് അനിയനെ ഒഴിവാക്കാനും പറ്റില്ല. ഭർത്താവ് വരുമ്പോൾ അവനോട് ഞാൻ ഇനി അകന്നു നിൽക്കണ്ടേ? ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ അകലാൻ പറ്റുന്നൊരു അന്തരീക്ഷമല്ല. ഭർത്താവ് വരുമ്പോൾ എനിക്ക് അകറ്റി നിർത്തേണ്ടി വരും. ആ സമയത്ത് അവൻ പ്രശ്നങ്ങളുണ്ടാക്കി അകത്തേക്ക് ആ ഒരു മണ്ഡലത്തിലേക്ക് കയറി വരുമോ? അവൻ സ്വാതന്ത്ര്യത്തോടുകൂടി വന്ന് എന്നോട് എന്തെങ്കിലും പെരുമാറുമോ? ഭർത്താവ് അത് മനസ്സിലാക്കുമോ? ഇതൊക്കെ ഓർത്ത് എനിക്ക് വലിയ പേടിയാണ്. അവന് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് വരുന്ന 2-3 മാസം നീ അടങ്ങി ഒതുങ്ങി നിൽക്കണം, നീ സംയമനം പാലിക്കണം, ആത്മസംയമനം വേണം നമുക്ക് 2 പേർക്കും. പക്ഷേ അവൻ പറയുകയാണ്, ചേച്ചിക്ക് അതൊക്കെ പറ്റുമായിരിക്കും, ചിലപ്പോൾ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല, എന്ത് വന്നാലും ഞാൻ ശ്രമിക്കും, പക്ഷേ
കൺട്രോൾ കിട്ടുമോ എന്നറിയില്ല ചേച്ചി. ഇത് കിട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പേടിയാണ് മാഡം. ഭർത്താവ് വരുമ്പോൾ അവൻ കടന്നു കയറി വരുമോ, കുഴപ്പങ്ങളുണ്ടാക്കുമോ, അവന് കൺട്രോൾ കിട്ടില്ലേ, എൻ്റെ ജീവിതം കുളമാകുമോ മാഡം, അവന് കൗൺസിലിംഗ് കൊടുക്കണോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആദ്യം അവനെ വളയ്ക്കാൻ വേണ്ടി മായാമോഹിനിയായി നൃത്തം വെച്ച ആ ധൈര്യമൊക്കെ എവിടെ പോയി? ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണിച്ച കഥകൾ കേൾക്കുമ്പോൾ അനിയനേക്കാൾ കൂടുതൽ കൺട്രോൾ ഇല്ലാത്ത സ്വഭാവം പ്രകടിപ്പിച്ചതാരാണ്? നിങ്ങൾ തന്നെയാണ്. കാര്യം പഴയ കാമുകനുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ ആ തേപ്പൊക്കെ അതിജീവിച്ച് ഭർത്താവിൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറി നിൽക്കാൻ അറിയാം. ഭർത്താവിൻ്റെ അനിയൻ സുന്ദരനാണെന്ന് കണ്ടപ്പോഴേക്കും നിങ്ങൾ ചാടി വീണു. അവനെ വശത്താക്കാൻ വേണ്ടി നിങ്ങൾ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. അവൻ ഈ പറഞ്ഞതുപോലെ അവന് തോന്നിക്കാണുമായിരിക്കും, പക്ഷെ അവൻ സ്വാഭാവികമായിട്ട് മാത്രമേ അവിടെ പെരുമാറിയുള്ളൂ. നിങ്ങൾ അങ്ങനെയല്ല, വളരെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പുറത്തെടുത്ത് ചെറുക്കനെ സമ്മർദ്ദത്തിലാക്കി ഇത്രയും കൊണ്ടുവന്നു. അവനും അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി പൊസസീവ്നെസ്സും പ്രശ്നങ്ങളും ഒക്കെ തോന്നിയിൽ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ അവന് കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമല്ല, നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് പറയേണ്ടത്. എനിക്കെല്ലാ കളത്തരങ്ങളും അറിയാം, എല്ലാ മാനേജേനും അറിയാം. അതുകൊണ്ട് ഒരു സിറ്റുവേഷനിൽ ഞാൻ കുഴപ്പമുണ്ടാക്കില്ല. അവന് കൺട്രോളില്ല, അതുകൊണ്ട് അവനെ കൗൺസിലിങ്ങിന് വിടണം എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ? പോവുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോകണം. ഇത്തരം എടുത്തുചാട്ടവും ബന്ധവും ഒന്നും കുടുംബത്തിൽ പാടില്ല എന്നുള്ളത് രണ്ടുപേരും പഠിക്കണം. നന്നാകുകയാണെങ്കിൽ രണ്ടാളുകളും നന്നാകണം. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം മാനേജ് ചെയ്യാനോ വിളിക്കാനോ മാത്രം പഠിച്ചാൽ മതിയോ? അത് ശരിയാകില്ല. അപ്പോൾ രണ്ടുപേരും കൂടി കൗൺസിലിങ്ങിന് പോകുക, അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കുക. എന്നിട്ട് അവനും വേറൊരു കല്യാണം കഴിക്കേണ്ടതാണ്. അതിലേക്ക് അവനെ ഈ സമയത്ത് പറഞ്ഞു വിടുക. കാര്യം അവനെ സ്വതന്ത്രനാക്കുക. ഈ കാര്യങ്ങളും നടന്നോ അത്രേ ഉള്ളൂ. ബാക്കി അവനിനി അവൻ്റെ ജീവിതം നോക്കട്ടെ. അല്ലാതെ കൂടുതൽ നിങ്ങളിലേക്ക് അടുപ്പിച്ച് അവൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ കുളമാക്കണ്ട. പിന്നെ കൗൺസിലിങ്ങിന് പോയി കഴിയുമ്പോഴേക്കും എൻ്റെ ഭർത്താവ് വരുമ്പോൾ മാത്രം അവന് കൺട്രോൾ വേണം, അതിനുള്ള കൗൺസിലിംഗ് കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കൗൺസിലിംഗ് എന്താ, പുഴുങ്ങിയ മുട്ട വല്ലതും ആണോ ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് ഇട്ട് കഴിക്കാൻ? അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പോവുകയാണെങ്കിൽ നന്നാകാൻ വേണ്ടിയിട്ട് പോവുക. ഈ ബന്ധത്തിൻ്റെ സ്വാഭാവികത ഇല്ലായ്മ മനസ്സിലാക്കി രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ രണ്ടുപേരും കൂടെ കൗൺസിലിംഗ് പോവുക. അങ്ങനെ പോട്ടെ, നിങ്ങളും പോട്ടെ. പക്ഷെ അതും കൊണ്ട് ഇവിടെ നല്ലൊരു ഗുണമുണ്ടാകണം. അല്ലാതെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അവന് ആവേശം വേണം, ഭർത്താവ് ഉള്ളപ്പോൾ കൺട്രോൾ വേണം. അതിന് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതിന് മറുപടി ഞാൻ പറയുന്നില്ല. എൻ്റെ വായിങ്ങനെ വരുന്നു. എന്തായാലും പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നന്നാവാനാണെങ്കിൽ രണ്ടുപേരും കൂടെ കൗൺസിലിങ്ങിന് പോകും. അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു.